Hi dears, welcome to another science class. Today we are going to study about our third lesson, Celestial Shadow Sites. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററാണ്, Celestial Shadow Sites. In our last class we studied about solar eclipse. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളാർ എക്ലിപ്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ? Okay, let us continue our class. There are three different types of solar eclipse, that is total solar eclipse, ring solar eclipse and partial solar eclipse. മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളുണ്ട്. നമുക്ക് ദൃശ്യമാകാൻ മൂന്ന് തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങൾ നമുക്ക് ദൃശ്യമാവും. വിവിധ രീതികളിൽ ദൃശ്യമാവുന്ന സൂര്യഗ്രഹണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെയാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ്, റിംഗ് സോളാർ എക്ലിപ്സ് ആൻഡ് പാർഷ്യൽ സോളാർ എക്ലിപ്സ്. ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സൂര്യഗ്രഹണം, പിന്നെയോ വലയ സൂര്യഗ്രഹണം, ദാറ്റ് ഈസ് റിംഗ് സോളാർ എക്ലിപ്സ്. ദെൻ പാർഷ്യൽ സോളാർ എക്ലിപ്സ് അഥവാ ഭാഗിക സൂര്യഗ്രഹണം, ഭാഗികമായിട്ട് സംഭവിക്കുന്ന സൂര്യഗ്രഹണങ്ങളും ഉണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം എന്താണെന്ന് പഠിക്കാം. വി ഹാവ് സീൻ ഹൗ ദ സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ്. സൂര്യഗ്രഹണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? വാട്ട് ഹാപ്പൻസ് വെൻ ദ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എന്നാൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നാലോ, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നാലോ എന്തായിരിക്കും ഉണ്ടാവുക? The moon then comes in the shadow of the earth and will be invisible. This is lunar eclipse. അപ്പോൾ എന്താണ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുവിൽ ഭൂമി വന്നാൽ എന്താ ഉണ്ടാവുക? ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ വരുന്നു. ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ വരുന്നു. സണ്ണിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ചന്ദ്രനിലേക്ക് പോകുന്ന വഴിയിൽ നടുവിൽ ആര് വരും? ഭൂമി വരും അല്ലേ? അപ്പോൾ ഭൂമി ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഭൂമിയുടെ നിഴൽ എവിടെ പതിയും? ചന്ദ്രനിൽ പതിയും. അപ്പോൾ ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല, ഭൂമിയിലുള്ള ആളുകൾക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് ലൂണാർ എക്ലിപ്സ്. അപ്പോൾ അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഈ ചിത്രം നോക്കൂ. സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ചന്ദ്രനിലേക്ക് പോകുന്ന വഴിയിൽ നടുവിൽ ആര് വരുന്നു? എർത്ത് വരുന്നു അല്ലേ? അപ്പോൾ ഈ എർത്തിൽ നിന്നുള്ള നിഴൽ എവിടെ പതിയും? ചന്ദ്രനിൽ പതിയും അല്ലേ? അപ്പോൾ ഭൂമിയിലുള്ള ആ ഭാഗത്തുള്ള ആളുകൾക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അപ്പോൾ നോക്ക്, മൂൺ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. മൂൺ ഇങ്ങനെ എർത്തിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓരോരോ പൊസിഷനിൽ വന്ന് നേർരേഖയിൽ വരുന്ന സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നു. അപ്പോൾ ഭൂമിയിലുള്ള ആളുകൾക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഡസ് ദ ലൂണാർ എക്ലിപ്സ് ഒക്കർ അറ്റ് നൈറ്റ് ഓർ ഡ്യൂറിങ് ഡേ. ചന്ദ്രഗ്രഹണം നടക്കുന്നത് രാത്രിയാണോ പകലാണോ? രാത്രി ആയിരിക്കോ അതോ പകലായിരിക്കുമ്പോൾ നടക്കുക? ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് അറ്റ് നൈറ്റ്. രാത്രിയിലാണ് ലൂണാർ എക്ലിപ്സ് നടക്കുക. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ദി എർത്ത്, ദ സൺ ആൻഡ് ദ മൂൺ ഡ്യൂറിങ് ദ ലൂണാർ എക്ലിപ്സ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി, അതുപോലെ ചന്ദ്രൻ, സൂര്യൻ എന്നിവയുടെ സ്ഥാനങ്ങൾ എവിടെയെല്ലാമായിരിക്കും? ഡ്യൂറിങ് ദ ലൂണാർ എക്ലിപ്സ് സൺ ആൻഡ് ദ മൂൺ ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ എർത്ത്. ഡ്യൂറിങ് ദ ലൂണാർ എക്ലിപ്സ് സൺ ആൻഡ് ദ മൂൺ ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എർത്ത്. അല്ലേ? എർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്? സണ്ണും മൂണും. ഒരു ഭാഗത്ത് സണ്ണും ഒരു ഭാഗത്ത് മൂണും. During the lunar eclipse, sun and the moon are on the opposite sides of the earth. Clear? Okay, then watch video visuals of the solar and lunar eclipse. സൂര്യഗ്രഹണത്തിൻ്റെ അതുപോലെ ചന്ദ്രഗ്രഹണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമല്ലോ. There are provisions to see past eclipse and future eclipse ഇൻ എടുബുണ്ടു. അതായത് എടുബുണ്ടു എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഗ്രഹണങ്ങൾ അതേപോലെ വരാനിരിക്കുന്ന ഗ്രഹണങ്ങളുടെയും എല്ലാം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കേസ്റ്റാർ വിൽ ഹെൽപ്പ് യു ഇൻ ദിസ് റിഗാർഡ്. സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കേസ്റ്റാർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും സോളാർ എക്ലിപ്സ് അതുപോലെ ലൂണാർ എക്ലിപ്സ് ഒക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ഡു യു അഗ്രി വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? ഫസ്റ്റ് വൺ, ട്രാൻസ്പയർ ഒബ്ജക്ട്സ് ഡു നോട്ട് കാസ്റ്റ് ഷാഡോസ്. സുതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കുന്നില്ല. അതായത് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്ട്സിന് നിഴലുണ്ടാവില്ല എന്ന്. യെസ്, ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ലൈക്ക് ദ എർത്ത് ആൻഡ് ദ മൂൺ ആർ ഒപ്പാക്ക്. സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് അതായത് ആകാശ ഗോളങ്ങളായിട്ടുള്ള ഭൂമിയും ചന്ദ്രനും എല്ലാം ഒപ്പാക്ക് ഒബ്ജക്ട്സ് ആണെന്ന്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയാണല്ലേ? യെസ്. ദെൻ ദ ഷാഡോ ഓഫ് ദി എർത്ത് ഫാൾസ് ഓൺ ദ മൂൺ ഡ്യൂറിങ് ലൂണാർ എക്ലിപ്സ്. ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്. യെസ്. ദെൻ സോളാർ എക്ലിപ്സ് ടേക്ക് പ്ലേസ് വെൻ ദ ഷാഡോ ഓഫ് ദി മൂൺ ഫാൾസ് ഓൺ ദ എർത്ത്. ചന്ദ്രൻ്റെ നിഴല് ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. യെസ്, അതും ശരിയാണല്ലേ? ഓക്കെ. ദെൻ നൗ ദാറ്റ് വി നോ ദാറ്റ് eclipses are, should we fear the celestial shadows at anymore? മാനത്തെ ഈ നിഴൽക്കാഴ്ചകളെ ഇനിമേൽ ഭയക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ഭൂമിയിൽ മാത്രമല്ല മറ്റ് സെലസ്റ്റിയൽ സ്ഫിയേഴ്സ്, മറ്റു ആകാശഗോളങ്ങളിലും how many eclipses might be occurring in other celestial spheres to other than the earth? ഇതുപോലെ ഭൂമിയിൽ മാത്രമല്ല മറ്റുള്ള ആകാശഗോളങ്ങളിലും ഇതുപോലെ എത്ര ഗ്രഹണങ്ങൾ സംഭവിക്കുന്നുണ്ടാകുമോ അല്ലേ? അപ്പോൾ in other celestial spheres also, as the number of satellites increases, the number of eclipses are increased. അപ്പോൾ ഭൂമിയുടെ സാറ്റലൈറ്റാണ് എന്ത്? മൂണിലെ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം. ഭൂമിക്ക് ഒരേ ഒരു സാറ്റലൈറ്റ് ഉള്ളൂ, ഏത്? മൂണ് അല്ലേ? അപ്പോൾ ഇതുപോലെ മറ്റുള്ള ഗ്രഹങ്ങൾക്കും സാറ്റലൈറ്റുകളുണ്ട്. അപ്പോൾ ഭൂമിക്ക് ഒരു ഉപഗ്രഹം ഉള്ളൂ, അപ്പോൾ ഒരു ലൂണാർ എക്ലിപ്സേ വരുള്ളൂ. പക്ഷേ ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നേരേഖയിൽ വരുമ്പോൾ അതിൻ്റെ ഷാഡോ പതിഞ്ഞിട്ട് അങ്ങനെ കുറേ എക്ലിപ്സുകൾ വരില്ലേ? In other celestial spheres also, as the number of satellites increases, the number of eclipses also increases. അപ്പോൾ അവയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവയുടെ ഗ്രഹണങ്ങളുടെ എണ്ണവും കൂടും. In other celestial spheres also, as the number of satellites increases, the number of eclipses also increases. Okay, clear അല്ലേ? Then observing the eclipses. ഗ്രഹണ നിരീക്ഷണം. നമ്മൾ ഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് ആകാശത്തിലേക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ ഗ്രഹണ നിരീക്ഷണം എങ്ങനെ നോക്കാം? ഒബ്സർവിങ് ദ എക്ലിപ്സ്, ഗ്രഹണ നിരീക്ഷണം. ദ ഷാഡോ ഓഫ് ദി എർത്ത് ഫാളിംഗ് ഓൺ ദ ഫുൾ മൂൺ ഡ്യൂറിങ് എ ലൂണാർ എക്ലിപ്സ് പ്രസൻറ്റ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ട്രൈ ടു സീ ദ സെലസ്റ്റിയൽ സൈറ്റ് ഓഫ് ദി മൂൺ ഹൈഡിങ് ഇൻ ദ ഷാഡോ ഓഫ് ദി എർത്ത്. അപ്പോൾ ചന്ദ്രഗ്രഹണ സമയത്ത് പൂർണ്ണചന്ദ്രനിൽ പതിക്കുന്ന ഭൂമിയുടെ നിഴൽ നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചയാണ് നൽകുക. ഈ ചന്ദ്രൻ ഭൂനിഴൽ മറയുന്ന ആകാശക്കാഴ്ച ഉണ്ടാകുമ്പോൾ കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നോക്കൂ, സോളാർ ഇക്ലിപ്സ് സേഫ് ഒബ്സർവേഷൻ മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട്, അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് ഇവയെ നോക്കാൻ പാടില്ല എന്ന് പറയും. നമുക്ക് മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ വെച്ചിട്ട് അതിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേത്രഗോളങ്ങൾ കൊണ്ട് ഡയറക്റ്റായിട്ട് നോക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സോളാർ എക്ലിപ്സ് സേഫ് ഒബ്സർവേഷൻ മെത്തേഡ്സ്. അപ്പോൾ സൂര്യഗ്രഹണമൊക്കെ സുരക്ഷിത നിരീക്ഷണ മാർഗ്ഗങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് നോക്കാം, ഈ ഉപകരണങ്ങൾ വെച്ചിട്ടൊക്കെ നോക്കാം. However, see that you observe the solar eclipse only with effective safety precautions. എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങളിലൂടെ മാത്രമേ നിരീക്ഷിക്കാനാവൂ. ഈ സൂര്യഗ്രഹണത്തെ നമ്മൾ നല്ല ഫലപ്രദമായിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. It should be viewed only by using solar filters or using the reflection or the transmission method. സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ചോ അതുപോലെ ഇതുപോലെ റിഫ്ലക്റ്റ് ചെയ്തത് പ്രതിപതന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചിട്ടോ സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളൂ. വ്യൂയിങ് എ സോളാർ എക്ലിപ്സ് വിത്തൗട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ക്യാൻ ഡാമേജ് ഐ.
ഈ പ്രിക്കോഷൻസ് എടുക്കാതെ, അതായത് മുൻകരുതലുകളൊന്നും എടുക്കാതെ സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ലാതെ നമ്മൾ സൂര്യഗ്രഹണം നിരീക്ഷിച്ചാൽ ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ഗുരുതരമായിട്ട് ബാധിക്കും, കണ്ണിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ യൂസിങ് telescope or binoculars. Make sure to view the solar eclipse under the supervision of elders. അപ്പോൾ ടെലസ്കോപ്പ് അതുപോലെ ബൈനോക്കുലർ എന്നീ ഉപകരണങ്ങളിലൂടെ ഒരിക്കലും സൂര്യനെ നോക്കരുത്. പിന്നെയോ മേക്ക് ഷുവർ ടു വ്യൂ ദ സോളാർ എക്ലിപ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എൽഡേഴ്സ്. മുതിർന്നവരുടെ സഹായത്തോടെ മാത്രമേ നിങ്ങൾ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സോളാർ എക്ലിപ്സ് എന്താ, ലൂണർ എക്ലിപ്സ് എന്തൊക്കെ ഒന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ പേജ് നമ്പർ 44. അപ്പോൾ നമ്മൾ പാഠം കഴിഞ്ഞു അല്ലേ? ചെറിയൊരു പാഠമായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വർക്കുകൾ കൂടി ഒന്ന് നോക്കാം. ഓക്കെ. ദെൻ സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്. നമുക്ക് ഈ പാഠത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്ത്, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നു. ക്ലാസിഫൈ ഒബ്ജക്ട്സ് ഇൻ ടു ട്രാൻസ്പാരൻറ്റ്, ഒപ്പേക്ക് ആൻഡ് ട്രാൻസ്ലൂസൻറ്റ്. നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സിന് തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്പാരൻ്റ് ഏതാ, ഒപ്പേക്ക് ഏതാ, ട്രാൻസ്ലൂസൻറ്റ് ഏതാന്നൊക്കെ നമുക്ക് തരംതിരിക്കാൻ കഴിയും അല്ലേ? അപ്പോൾ നമുക്കത് ഈ പാഠത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പഠന നേട്ടമാണ് അത്. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ യൂസസ് ഓഫ് ഒപ്പേക്ക് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ്. നമുക്ക് ഒപ്പേക്ക് ഒബ്ജക്ട്സിനെയും അതുപോലെ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സിനെയും ഒക്കെ അവയുടെ പ്രയോജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു. ദെൻ എക്സ്പ്ലെയിൻ ഹൗ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ് ഒക്കർ ആൻഡ് എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് ദ എർത്ത്, ദ മൂൺ ആൻഡ് ദ സൺ ഡ്യൂറിങ് എക്ലിപ്സസ്. അതുപോലെ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്നിവയെ എങ്ങനെ സംഭവിക്കുന്നുവെന്നും ഈ സമയത്ത് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവയുടെ സ്ഥാനങ്ങൾ എവിടെയാണ് എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്തെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചന്ദ്രഗ്രഹണമുണ്ട്, സൂര്യഗ്രഹണമുണ്ട് എന്നൊക്കെ കേട്ടാൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഉള്ളവർക്കൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അല്ലേ? ഇപ്പോൾ എന്താണ് ഇത്ര മാത്രമുള്ളൂ ചന്ദ്രഗ്രഹണം, ഇതാണ് സൂര്യഗ്രഹണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലേ? അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നിന്നും കിട്ടിയൊരു പഠന നേട്ടമാണിത് അല്ലേ? ഓക്കെ. Then identify and create an awareness that an eclipse is a natural phenomenon and that eclipses need not be viewed with fear. അപ്പോൾ നമ്മൾ ഗ്രഹണങ്ങളെ ഭയത്തോടെ കാണേണ്ടതില്ലെന്നും അതുപോലെ നമ്മുടെ അത് നമ്മളെ പ്രപഞ്ചത്തിൻ്റെ ഒരു സാധാരണ പ്രതിഭാസമാണതെന്നും നമുക്ക് തിരിച്ചറിഞ്ഞു അല്ലേ? ഇത് തിരിച്ചറിഞ്ഞിട്ട് വിശദീകരിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സൊക്കെ വന്നാൽ അത് വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇത് പേടിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ. ദെൻ ഹെൽപ്പ് അതേഴ്സ് വ്യൂ എ സോളാർ എക്ലിപ്സ് യൂസിങ് സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ മാത്രം സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിന് നിങ്ങളെ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നു. ദെൻ പ്ലാൻ ആൻഡ് ഡു എക്സ്പെരിമെൻറ്റ്സ് റിലേറ്റഡ് ടു എക്ലിപ്സസ്. എക്ലിപ്സുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പഠന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ലെറ്റ് us assess. നമുക്ക് വിലയിരുത്താം. Gracie and Mujib are trying to observe the flame of a burning candle through pipe. We will be able to view the flame by. അപ്പോൾ ഗ്രേസിയും മുജീബും കത്തുന്ന മെഴുകുതിരിയുടെ നാളം പൈപ്പിലൂടെ നിരീക്ഷിക്കുകയാണ്. ആർക്കായിരിക്കും മെഴുകുതിരിയുടെ വെളിച്ചം കാണാൻ സാധിക്കുക? എന്തുകൊണ്ടായിരിക്കും? പേരും 2 തരത്തിലുള്ള പൈപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആർക്കായിരിക്കും ഇത് കാണാൻ കഴിയുക? മുജീബ് വിൽ ബി ഏബിൾ ടു വ്യൂ ദ ഫ്ലെയിം. മുജീബിനായിരിക്കും അല്ലേ അത് ഫ്ലെയിം കാണാൻ കഴിയുക. എന്തായാലും കാരണം സിൻസ് ദ ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ
ഹിയർ ഗ്രേസി യൂസസ് എ കർവ്ഡ് പൈപ്പ്. ഗ്രേസി ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കർവ്ഡ് പൈപ്പാണ്, ഒരു വളഞ്ഞ പൈപ്പാണ്. അപ്പോൾ വളഞ്ഞ പൈപ്പിലൂടെ പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കില്ല, നേർരേഖയിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൻസർ എന്ത് എഴുതണം? മുജീബ് വിൽ ബി ഏബിൾ ടു വ്യൂ ദ ഫ്ലെയിം സിൻസ് ദ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഹിയർ ഗ്രേസി യൂസസ് എ കർവ്ഡ് പൈപ്പ്. ഓക്കെ, ക്ലിയർ? Then next, then second, classify the following objects into those that cast shadows and those which do not. Explain by glass paper, cardboard, wooden plank, glass sheet, tiles, air. അപ്പോൾ താഴെ കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിഴൽ ഉണ്ടാക്കുന്നവ പിന്നെ അതുപോലെ നിഴൽ ഉണ്ടാക്കാത്തവ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പോൾ അതിൽ നിഴൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയായിരിക്കും? ആരാണ് നിഴൽ ഉണ്ടാക്കുക? ഒപ്പേക്ക് ഒബ്ജക്ട്സ് അല്ലേ. അപ്പോൾ നിഴലുണ്ടാക്കുന്നവ ഏതൊക്കെയായിരിക്കും? അത് കാസ്റ്റ് ഷാഡോസ്. നിഴലുണ്ടാക്കുന്നവ ആരൊക്കെയാണ്? കാർഡ്ബോർഡ്, വുഡൻ പ്ലാങ്ക്, ടൈൽസ്. ദെൻ ഡു നോട്ട് കാസ്റ്റ് ഷാഡോസ്. അപ്പോൾ 2 കോളം വരക്കുക. ഒന്നിൽ കാസ്റ്റ് ഷാഡോസ് എഴുതുക, ഒന്നിൽ ഡു നോട്ട് കാസ്റ്റ് ഷാഡോസ് എഴുതുക. അപ്പോൾ ഡു നോട്ട് കാസ്റ്റ് ഷാഡോസിൽ എന്തൊക്കെ എഴുതാം? ഗ്ലാസ് ഷീറ്റ്, എയർ, ഗ്ലാസ് പേപ്പർ. ഓക്കെ. ദെൻ തേർഡ്, What will be the positions of the earth, the sun and the moon during solar and lunar eclipse? Draw a diagram. സൂര്യഗ്രഹണം അതുപോലെ ചന്ദ്രഗ്രഹണം എന്നിവ നടക്കുന്ന സമയത്ത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം എവിടെയായിരിക്കും? ചിത്രീകരിക്കുക. നിങ്ങളോട് ചിത്രം വരച്ചിട്ട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. During lunar eclipse, the sun, the earth and the moon are in a straight line with the earth situated between the sun and the moon. അപ്പോൾ ലൂണാർ എക്ലിപ്സിൻ്റെ സമയത്ത് ദ സൺ, ദ എർത്ത് ആൻഡ് ദ മൂൺ ആർ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലേ. അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. വിത്ത് ദ എർത്ത് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ സൺ ആൻഡ് ദ മൂൺ. എർത്ത് എവിടെയാണ് വരുന്നത്? നടുവിലല്ലേ. സണ്ണിൻ്റെയും മൂണിൻ്റെയും നടുവിലാണ് ആര് വരുന്നത്? എർത്ത് വരുന്നത്. ഓക്കെ. ദെൻ ഡ്യൂറിങ് സോളാർ എക്ലിപ്സ് ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് ആർ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് സണ്ണും മൂണും എർത്തും എന്താണ്? സ്ട്രൈറ്റ് ലൈനിലാണ്. വിത്ത് ദ മൂൺ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്. മൂൺ എവിടെയാണ് വരുന്നത്? സണ്ണിൻ്റെയും എർത്തിൻ്റെയും നടുവിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം ആൻസർ? ഡ്യൂറിങ് ലൂണാർ എക്ലിപ്സ് ദ സൺ, the earth and the moon are in a straight line with the earth situated between the sun and the moon. നെക്സ്റ്റ് പിന്നെ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് എവിടെ ആയിരിക്കും? ഡ്യൂറിങ് സോളാർ എക്ലിപ്സ് ദ സൺ, ദ മൂൺ ആൻഡ് ദ എർത്ത് ആർ ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ദ മൂൺ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രം വരയ്ക്കുക. നിങ്ങൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലോ ചിത്രം, അതുപോലെ വരച്ചാലും മതി. ഓക്കെ. Then fourth, Deepu is of the opinion that solar and lunar eclipses occur because the earth and the moon are opaque. Do you agree with this? Explain. അപ്പോൾ ദീപുവിൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ചന്ദ്രനും ഭൂമിയും അതാര്യമായത് കൊണ്ടാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ്? എക്ലിപ്സസ് ആർ നത്തിങ് ബട്ട് എക്സാമ്പിൾസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഷാഡോസ് ഇൻ നേച്ചർ. എക്ലിപ്സ് ഉണ്ടാകുന്നത് എന്താണ്? ഷാഡോസ് ഉണ്ടായിട്ടാണല്ലേ. എ ഷാഡോ ഈസ് ഫോംഡ് വെൻ എവർ ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ബൈ ആൻ ഒപ്പാക്ക് ഒബ്ജക്ട്സ്. അപ്പോൾ ദീപ് പറഞ്ഞതുപോലെ എന്താണ്? സണ്ണും മൂണും ഒപ്പാക്ക് ഒബ്ജക്ട്സ് ആണ് അല്ലേ. അതുകൊണ്ട് അതിന് ഷാഡോ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി കൊടുക്കാം? എക്ലിപ്സസ് ആർ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി സിമ്പിളായിട്ട്. എക്ലിപ്സസ് ആർ ഫോംഡ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഷാഡോസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് അല്ലേ. എ ഷാഡോ ഈസ് ഫോംഡ് വെൻ എവർ ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ബൈ ആൻ ഒപ്പാക്ക് ഒബ്ജക്ട്സ്. അപ്പോൾ ഷാഡോ ഉണ്ടാകുന്നത് എങ്ങനെ? ഈ ഒപ്പാക്ക് ഒബ്ജക്ട്സ് ലൈറ്റിൻ്റെ പാത്ത് തടഞ്ഞു വെച്ചത് കൊണ്ടാണ്. എ ഷാഡോ ഈസ് ഫോംഡ് വെൻ എവർ ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ബൈ ആൻ ഒപ്പാക്ക് ഒബ്ജക്ട്സ്. ക്ലിയർ? ദെൻ ഫിഫ്ത്ത്, viewing an eclipse is dangerous. This is the title of a news item in a newspaper regarding an eclipse. Which eclipse is this news related to?
ക്യാൻ യു സജസ്റ്റ് വേസ് ടു വ്യൂ ദ എക്ലിപ്സ് സേഫ്റ്റ്ലി? അപ്പോൾ ഗ്രഹണ നിരീക്ഷണം അപകടം എന്ന ഒരു തലക്കെട്ടുമായിട്ട് ഇതൊരു പേപ്പർ വാർത്തയുടെ തലക്കെട്ടാണ്. ഗ്രഹണവുമായി ബന്ധപ്പെട്ട് വന്ന പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണ്. ഏത് ഗ്രഹണം സംബന്ധിച്ച വാർത്തയാകാം ഇത്? അപകടമില്ലാത്ത രീതിയിൽ നിരീക്ഷിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാമോ? ഇത് ഏത് ഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ദിസ് ടൈറ്റിൽ ഈസ് റിലേറ്റഡ് ടു ദ ന്യൂസ് അബൌട്ട് സോളാർ എക്ലിപ്സ് അല്ലേ? സോളാർ എക്ലിപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലക്കെട്ടായിരിക്കാം. ഇറ്റ് ഷുഡ് ബി വ്യൂഡ് ഓൺലി ബൈ യൂസിങ് സോളാർ ഫിൽറ്റേഴ്സ് ഓർ യൂസിങ് ദ റിഫ്ലക്ഷൻ ഓർ ദ ട്രാൻസ്മിഷൻ മെത്തേഡ്. നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ഫിൽറ്റർ മെത്തേഡ്സ്, സോളാർ ഫിൽറ്റേഴ്സ് മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രഹണത്തെ നിരീക്ഷിക്കാൻ കഴിയും. ഓക്കെ, ദെൻ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ്. നമുക്ക് ഈ പാഠത്തിൽ നിന്നും കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.